നമസ്കാരം. തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി ടി.എൻ. പ്രതാപൻ ഇനി KPCC വർക്കിംഗ് പ്രസിഡന്റ്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം കെ മുരളീധരനായി വിട്ടൊഴിഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നിയമനം. പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചു. നിയമനം സംബന്ധിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പത്രക്കുറിപ്പ് ഇറക്കി. KPCCക്ക് നിലവിൽ 2 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കൽപ്പറ്റ MLA ടി സിദ്ദിഖും. അതേസമയം പുതിയ പാർട്ടി ചുമതലയ്ക്ക് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധമില്ലെന്ന് പ്രതാപൻ പ്രതികരിച്ചു. പാർട്ടി എന്ത് ജോലി ഏൽപ്പിച്ചാലും ചെയ്യുന്ന വിനീത വിധേയനാണ് താൻ. പുതിയ ചുമതലയോട് നീതി പുലർത്തും. ഒന്നാമത്തെ ചുമതല കെ മുരളീധരന്റെ വിജയമാണ്. രണ്ടാമത്തെ ചുമതല കേരളത്തിലെ പാർട്ടിയുടെ വളർച്ച. സ്ഥാനാർത്ഥിത്വം മാറിയപ്പോൾ തന്നെ ഇപ്പോൾ പുകഴ്ത്തിക്കൊല്ലുകയാണ്. എന്തൊരു സിമ്പതിയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെന്നും അദ്ദേഹം പരിഹസിച്ചു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ടി.എൻ. പ്രതാപന് പുതിയ പാർട്ടി ചുമതല ഏൽപ്പിച്ചതെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ടി.എൻ. പ്രതാപൻ തൃശ്ശൂരിൽ പ്രചാരണം ആരംഭിക്കുകയും ചുവരെഴുത്തുകൾ തുടങ്ങുകയും ചെയ്തിരുന്നു. 3.5 ലക്ഷത്തോളം പോസ്റ്ററുകളും അച്ചടിച്ചിരുന്നു. ഇതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് വടകരയിലെ സിറ്റിംഗ് എംപിയായ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJPയിൽ പോയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നീക്കം. 2019 തെരഞ്ഞെടുപ്പിൽ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് പ്രതാപൻ ലോക്സഭയിലേക്ക് എത്തിയത്. 4,15,084 വോട്ടുകളാണ് പ്രതാപൻ അന്ന് നേടിയത്. 4 തവണ MLA ആയ പ്രതാപന്റെ വ്യക്തിബന്ധവും ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചിരുന്നു. അതേസമയം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് LDF സർക്കാരിന്റെ നിലപാട് പാർലമെന്റിൽ പറഞ്ഞതിനാണോ ടി.എൻ. പ്രതാപന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചോദിച്ചു. കോൺഗ്രസിന്റെ മറ്റ് സിറ്റിംഗ് എംപിമാരെല്ലാം കേരളത്തിൽ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൽ പ്രതാപന് മാത്രം സീറ്റ് നിഷേധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ കോൺഗ്രസ് എംപിമാർ സങ്കുചിത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് ഒരു കോൺഗ്രസ് എംപി പാർലമെന്റിൽ മിണ്ടിയില്ല. എന്തെങ്കിലും മിണ്ടിയത് ടി.എൻ. പ്രതാപൻ മാത്രമാണ്. കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദിച്ചതിന് തൃശ്ശൂരിലെ സീറ്റ് പ്രതാപന് നിഷേധിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിച്ചു, എന്നാൽ പ്രതാപന് സീറ്റില്ല. പാർലമെന്റിൽ കേരളത്തിന് കിട്ടേണ്ട പണത്തെക്കുറിച്ച് ക്യാമ്പയിൻ ശക്തമാക്കിയതിന്റെ ഭാഗമായി പാവം ടി.എൻ. പ്രതാപൻ പാർലമെന്റിൽ സംസാരിച്ചു. കേരളത്തിന് കിട്ടാനുള്ള തുക എത്ര, അത് കൊടുക്കണമെന്ന് പാർലമെന്റിൽ പറഞ്ഞു. ടി.എൻ. പ്രതാപൻ ഇപ്പോൾ സീറ്റ് കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണോ ടി.എൻ. പ്രതാപന് സീറ്റ് നിഷേധിച്ചത്? ഇത് പൊതുവായി നാട്ടിൽ ഉയർന്നു വരേണ്ട വിഷയമാണെന്നും റിയാസ് കൂട്ടിച്ചേർത്തു.